ഹായ് എവ്രി വൺ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് സാൽമൺ ഫിഷ് കറി. സാൽമൺ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും ഈ അധികം മസാല ഒന്നും ഇടാത്ത ഇന്ത്യൻ കേരള മസാല ഒന്നും ഇടാതെയാണല്ലോ കഴിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ സാൽമൺ കിട്ടിയപ്പം നമുക്കൊരു ബാച്ച് എടുത്ത് നോർമൽ നമ്മുടെ പുളിമുളക് കുടംപുളി ഇട്ടുണ്ടാക്കുന്ന നാടൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതെങ്ങനെയുണ്ട്, അതിൻ്റെ റെസിപ്പി കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഉമ്മയുടെ മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് കുറച്ച് കരിവേപ്പ്, ഒരു കൈപ്പിടി അല്ലേ, ഇളക്കുക. ഇത് ഒത്തിരി വാടണോ അതോ ഇച്ചിരി ഒന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മതി അല്ലേ? ആയിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്നാവും തോന്നുന്നു. മൂത്തില്ലെങ്കിൽ മതിരിക്കും. മൂത്തില്ലെങ്കിൽ മതിരിക്കും. ലൈക്ക് ബ്രൗൺ ആവണം അപ്പം അല്ലേ? ഒരുപാട് ബ്രൗൺ ആവണം. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ബ്രൗൺ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എത്ര കാണും? 3 ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി, അധികം എരിവില്ല. അതിൻ്റെ പകുതി മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ നമ്മുടെ എരിവിനനുസരിച്ച്. അല്ല, നമ്മൾ തീ ഓണാക്കിയിട്ടില്ല. ഓണാക്കട്ടെ. ചെറിയ തീയിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. ചെറുതായിട്ടായിരിക്കും. എത്ര പീസ് കുടംപുളി വേണം? ഒരു 1.5 കുടം. കുടംപുളി ഇടത്തില്ല, കുടംപുളി വേണ്ട. ഇടുന്നവരുണ്ട്. നമുക്ക് അത്രയും പുളി വേണ്ട. ഈ മീനിന് പുളി കുറവ് മതി. ഈ മീനിന് പുളി കുറച്ച്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാണ്. ഈ മീന് വേവ് കുറവ്. പുളി മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ എത്ര മീൻ കാണുമ്പോൾ? 50 പീസ്. നല്ലോണം തിളച്ചിട്ടേ ഇതിനകത്ത് മീൻ ഇടാവും അല്ലേ? ഒരുപാട് ഉടയാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. കറി വേകുന്ന തക്കത്തിൽ ഞാനൊരു മാംഗോ സ്റ്റീം കഴിക്കുക. എനിക്ക് കറിവേപ്പില ഇട്ടു. അങ്ങനെ നമ്മൾ തീ ഓഫ് ചെയ്യണം. നല്ല വേണം. നല്ല കറി. ചോറിനോട് കഴിക്കുന്നത് കാണിക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ്. കുറച്ച് ചോറും ഗ്രേവിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പൊരിച്ച മീനും എടുത്ത മുന്നേ നല്ല ടേസ്റ്റ്. ഞാൻ കഴിച്ച സാൽമൺ അധികം മസാല ഇടാതെ നമ്മൾ ഇന്നലെ പൊരിച്ച പോലെ. ഇതങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടായി കഴിക്കുന്നത് കുറവല്ലേ. ഇത് ഞാനും
നാളെ ഈ ചാറ് പുട്ടിൻ്റെ കൂടെ ചട്ടിയിൽ ഇങ്ങനെ വരവി കഴിക്കും. കറി വെച്ചേക്കണേ അമ്മ ഇച്ചിരി. ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.